എടാ മോനെ, എത്ര നേരമായിട്ട് അമ്മ വിളിക്കുന്നത്? നീ എന്താ ഫോൺ എടുക്കാത്ത? ഫോൺ അപ്പുറം വെച്ചിരിക്കാമേ. എന്താമ്മ, എന്താ കാര്യം? ബേജാറാകൊന്നും ഇല്ലടാ. നമ്മുടെ കൃഷ്ണേട്ടപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കുട്ടിയുണ്ട് അത്രേ. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് പോയി കാണാലോന്നാ അയാൾ പറയണത്. അത് പറയാൻ വേണ്ടി എത്ര തവണ വിളിച്ചു ഞാൻ. എന്താമ്മേ ഇപ്പം വന്നിട്ടാണ് ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയുന്നത്? അല്ല, മുപ്പക്ക് 2 ദിവസം മുൻപേ വിളിച്ചു വിടായിരുന്നോ? ആർക്കറിയാടാ, പെൺകുട്ടി എന്തോ എറണാകുളത്ത് ജോലി ചെയ്യാനത്രേ. ഇപ്പോൾ 2 ദിവസമായിട്ട് നാട്ടിലുണ്ട്. അവളിന്ന് വൈകിട്ട് പോകുന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ അടുത്ത മാസമേ വരില്ലേ. അപ്പം അതിന് മുമ്പ് വേഗം കാണാമെന്നാണ് കൃഷ്ണേട്ടൻ പറയണത്. അതായിരിക്കും ഇപ്പോൾ ഇത്ര ധൃതി കാണിക്കുന്നേ. നീ എന്തായാലും ഒന്ന് വേഗം മാറ്റി വാ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ അമ്മ, ഇത് ഞാൻ പറയട്ടെ എന്താ സംഭവം എന്ന്. കൃഷ്ണേട്ടൻ ഇന്ന് ആരെയൊക്കെ വിളിച്ച് ആ പെൺകുട്ടിനെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാ. ഇതിപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായില്ല. അപ്പം നേരെ മൂപ്പർ ഇങ്ങോട്ട് വന്ന് ഇതാകുമ്പോൾ ഈ കമ്മീഷൻ 2 കമ്മീഷനും കിട്ടുമല്ലോ. അമ്മ, മൂപ്പർ അമ്മനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്ക്. നീ അതും ഇതും പറഞ്ഞു നിൽക്കല്ലേ മോനെ. കമ്മീഷൻ എത്രയാണ്? 500-1000 വരും. അത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാ നമ്മൾ. കുറേ കൊല്ലമായി നിന്റെ കല്യാണം വേണ്ടി ഞാൻ അങ്ങനെ പുറകെ നടക്കണ്. നേരാതെ നേർച്ചകളില്ലടാ, അതല്ലേ നമുക്ക് പ്രാധാന്യം. ഈ നേർച്ചയും കാഴ്ചയും കൊടുക്കേണ്ട പൈസ ഒന്നും വേണ്ടല്ലോ ഇതിന്. ഇതൊന്നും വേഗം വരാൻ നോക്ക്. അമ്മ വിളിച്ച സ്ഥലത്ത് ഞാൻ വരാതിരുന്നിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ 10-50 സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ടില്ലേ. എന്നിട്ട് എന്തായമ്മേ, എല്ലാവരും നാണം കെട്ടി ഇറങ്ങി വന്നല്ലേ. അല്ലെങ്കിൽ എൻ്റെ പണി കൃഷിപ്പണിയാണമ്മേ. ഇതില്ലാത്ത സമയത്ത് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് അതൊന്നും വേണ്ടമ്മേ. ഒന്നില്ലെങ്കിൽ കോട്ട് സൂട്ടിട്ടിട്ട് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ നല്ല ഗവൺമെൻറ് ജോലി ആയിരിക്കണം. അല്ലാതെ ഈ നാടൻ പണിക്കാരനും കൃഷിപ്പണിക്കാരനും ഓട്ടോറിക്ഷക്കാരനൊന്നും ഈ കാലത്ത് പെണ്ണില്ല. അതാണ് സത്യം. അതൊന്നും അമ്മ ആദ്യം മനസ്സിലാക്ക്. എന്നിട്ട് എന്താടാ, ഈ കൃഷിപ്പണിക്കാർക്ക് നാടൻ പണിക്കാർക്കൊന്നും പെണ്ണ് കിട്ടിയിട്ടില്ലേ? എത്ര ആൾക്കാരാ കല്യാണവും കഞ്ഞും സുഖമായിട്ട് ജീവിക്കണത്. നീ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ മോനെ. എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ആദ്യം ഒന്നും വന്ന് കാണ്, എന്നിട്ടല്ലേ ബാക്കി. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കില്ലല്ലോ. അമ്മ നടന്നോ, ഞാൻ വരാം. വേഗം വരണേ മോനെ. ഞാൻ ട്രാക്ടറുകാരനെ പൈസ കൊടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഇന്ന് നാളെ പോയി നാണം കെടാൻ പോവുക. ഈ അമ്മയ്ക്കാണെങ്കിൽ ഞാനും മനസ്സിലാകുന്നില്ല. എൻ്റെ രമേശേട്ടാ, ഒരു കണ്ടത്തിന് എത്ര നേരമായി? മണിക്കൂറിനല്ലേ പൈസ തരേണ്ടത്? നിങ്ങൾ വേഗം നോക്ക്. എന്താ ഇത്? അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്. ഇത് ഞാൻ മര്യാദയ്ക്ക് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം അതും പോയി. ഒരു പെണ്ണ് കാണിച്ചാൽ അതിന് മുമ്പ് 1000 രൂപ കമ്മീഷൻ മേടിച്ചില്ലേ. എന്താ അമ്മ ഇത്? എന്താ അമ്മയ്ക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ? അതിനിപ്പോൾ അവർ വേണ്ടെന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്, നോക്കിയിട്ട് വിളിക്കാന്നല്ലേ. ഒരാളുടെ സംസാരം കേട്ടാൽ മനസ്സിലായല്ലേ അവർക്ക് താല്പര്യമില്ലാന്ന്. എൻ്റെ ജോലി ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ തന്നെ മോൻ ചൊളിച്ചതാ. ആ കൃഷ്ണേട്ടനോട് 100 പ്രാവശ്യം ഞാൻ പറയണം, ഇതാണ് എൻ്റെ ജോലി എന്ന് പെൺകുട്ടിയോട് പറയണമെന്ന്. അതെങ്ങനെയാ മൂപ്പർക്ക് കമ്മീഷൻ കിട്ടില്ലല്ലോ. അതിനിപ്പോൾ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് നടക്കുന്ന അവരങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും മോനെ. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും കണ്ടാലും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് എനിക്ക് സങ്കടം വരുന്നത്. അമ്മയ്ക്ക് വേണ്ടി കോമാളി വേഷം കെട്ടി മതിയായി. മതിയമ്മേ, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. അങ്ങനെയൊന്നും പറയല്ലടാ മോനെ, വെറുതെ അമ്മനെ വിഷമിപ്പിക്കാനായിട്ട്. നിനക്കായിട്ടൊരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും. അത് സമയമാകുമ്പം നമ്മളെ തേടി വരും, അത് ഉറപ്പാ. ചേച്ചി, എന്താ മോളെ? ആ 2ാമത്തെ വീട്ടിലെ ആൾക്കാർ എവിടെ പോയിന്നറിയോ? ഞാൻ അവിടെയാണ് വീട്ടു പണിക്ക് നിൽക്കുന്നത്. ഇപ്പം 4 ദിവസമായിട്ട് പനിയായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പം അവിടെ ബെല്ലടിച്ചിട്ട് ആരും തുറക്കുന്നുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ലേ. അത് വാടകക്കാരാ മോളെ. ഇന്നലെ അവർ വീട് ഒഴിഞ്ഞു പോയല്ലോ. നിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല. പൈസ എന്തെങ്കിലും കിട്ടാനുണ്ടോ? 2 മാസത്തെ പൈസ കിട്ടാനുണ്ട്. ഇന്ന് വന്നാൽ തരാമെന്നാണ് അവർ പറഞ്ഞതേ. പിന്നെ ചേച്ചി, ഇവിടെ അടുത്തെവിടെയെങ്കിലും വീട് പണിക്ക് ആളിനെ വേണമെങ്കിൽ ഒന്ന് പറയണേ. ആ, മോളുടെ വീട് എവിടെയാ? ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ആ ശരി ചേച്ചി. അല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ആന്ന് പണിയാൻ അവർ കാണിച്ചത്. 2 മാസം ശമ്പളം കൊടുത്തിട്ട് പോയാൽ പോരായിരുന്നോ? വല്ലാത്ത ആൾക്കാരാണ്.
ദിനേശാ ആ എന്താ മോനേട്ടാ? ദിനേശാ, എൻ്റെ അമ്മയെ ഒന്ന് തലകറങ്ങി വീണു. എന്ത്? എന്താ മോനേട്ടാ പറയുന്നത്? പേടിക്കാനൊന്നുമില്ല. നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ നമ്മുടെ അച്ഛോ അമ്മനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പോകാൻ നോക്ക്. കുഴപ്പമൊന്നുമില്ല മോനെ, നമുക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അവിടെ കൊണ്ടാക്കിയത്. പിന്നെ അവിടെ ബിന്ദുവിൻ്റെ മോനില്ലേ വൈശാഖ്, അവനവിടുത്തെ ഡോക്ടർ. ആ അമ്മേ, ഇപ്പം എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല മോനെ. വൈശ ഇപ്പോൾ ഇവിടെ കയറിയിട്ട് കുറേ ആയോ? ജസ്റ്റ് 6 മാസമായിട്ടുള്ളൂ. ആ പേപ്പേഴ്സും ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ? എന്തിൻ്റെ പേപ്പർ? ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ. ഇല്ല വൈശാഖ, ഞാൻ ഇതുവരെയായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. നല്ല ആളാ, അതൊക്കെ അല്ലേ ആദ്യം എടുക്കണ്ട്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ട്. അതിൽ കയറി നോക്കിയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനൊക്കെ കുറഞ്ഞ ചിലവിൽ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു ദിവസം റൂമിന് തന്നെ 15,000 രൂപയാവും. 10 ദിവസം കിടന്ന് എത്ര രൂപയാകുമ്പോണ്ടാവും? അത് സാരല്ല വൈശാഖ, അമ്മൻ്റെ കാര്യമല്ലേ, പൈസ ഒന്നും നോക്കണ്ട. എന്തായാലും ഈ പ്രാവശ്യം ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ബില്ലടയ്ക്കാതെ വേറെ വഴിയില്ലല്ലോ. ഭാവിയിലേക്ക് എന്തായാലും ഒന്ന് എടുത്തു വെച്ചോ, ഉപകാരപ്പെടും. മോനെ, ഈ ഇൻഷുറൻസ് എടുക്കാൻ മാസം നല്ല പൈസ അടക്കേണ്ടി വരില്ലേ? അത്രയൊന്നും ഇല്ലമ്മേ, മാസം 400 രൂപയോളം മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ കൂടെ 200-300 രൂപ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും കവറേജ് കിട്ടുന്ന പോലെ പ്ലാനും കൂടി എടുക്കാം. പിന്നെ ഇവിടുത്തെ പോലെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ വേണം തിരഞ്ഞെടുക്കാൻ. എന്തായാലും ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വാ, എനിക്ക് 2-3 പേഷ്യൻറ്റിന് കൂടെ നോക്കാനുണ്ട്. ഞാൻ പുറത്ത് കാണും. ആ ശരി മോനെ. മോനെ ഒന്ന് എണീപ്പിച്ചെടുത്തില്ല, കുറേ സമയമില്ല കിടക്കുന്നു. ആ എന്താ കൈ നല്ല വേദന ഉണ്ടടാ. കഴുത്തിയാണോ വീണത്? ഡോക്ടറെ പറഞ്ഞില്ല? ഇല്ല, ഒന്ന് പറയും കാണുമ്പോ. വൈശാഖ്, വൈശാഖ്, എന്താ തിരിച്ചേട്ടാ, നീ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ഉണ്ടോ? അതിന് ഞാൻ പറഞ്ഞ ലിങ്കിൽ കയറിയിട്ട് പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ മതിയല്ലോ. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ല ഡോക്ടർ, അപ്പോൾ ഈ ബില്ല് മൊത്തത്തിൽ ഈ ഇൻഷുറൻസ് കമ്പനി തരുമോ? ഹോസ്പിറ്റലിലെ ബില്ല് മൊത്തം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ യാത്രാ ചെലവ്, ഭക്ഷണം അങ്ങനെയൊക്കെ വരുന്നതിൽ അതിലൊരു ചെറിയ തുകയും കിട്ടും. അല്ല വൈശാഖ, ഈ അമ്മയ്ക്ക് BP ഒക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് റിജക്റ്റ് ആവുമോ? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ പ്രവാസികൾക്കൊക്കെ നല്ല പ്ലാൻ ആകാതെ നോക്കി കമ്പയർ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കണ്ടല്ലോ. എന്തായാലും ചെക്ക് ചെയ്യണം. പിന്നെ അമ്മയ്ക്കൊരു കൈവേദന ഉണ്ട് പറയുന്നത് കേട്ടു, എന്താ ചെയ്യപ്പോൾ? ആണോ? അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ, നമുക്ക് വന്നിട്ടൊന്ന് എക്സ്റേ എടുക്കാം. എന്തായാലും കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഭക്ഷണമായിട്ടുണ്ട്, എടുത്ത് വെക്കട്ടെ? വേണ്ട മോളെ, അവൻ രാവിലെ എണിച്ച് പാടത്ത് പോയതല്ലേ, ഇനിയിപ്പോൾ വരാൻ വൈകും. അവിടെ കുറേ പണിക്കാരുണ്ടേ, അവനും കൂടി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. ഇപ്പം തന്നെ സമയമായല്ലോ, ഞാൻ വേണമെങ്കിൽ ഭക്ഷണം പാടത്ത് കൊണ്ട് കൊടുക്കട്ടെ? വേണ്ട വേണ്ട, അവൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. പിന്നെ മൂക്ക് വിശന്നെങ്കിൽ എടുത്ത് കഴിച്ചോ കേട്ടോ. അത് സാരില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, കുറച്ചുകൂടി പണിയുണ്ട്. അവന് എരിവ് വേണമെന്നോ പുളി വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല മോളെ. ഞാൻ എന്താ ഉണ്ടാക്കി കൊടുക്കണ അതങ്ങോട്ട് കഴിച്ചിട്ട് പോവും. ഇപ്പം പാവം എനിക്കിങ്ങനെ ആയതുകൊണ്ടേ ഈ വീട്ടിലെ പണിയെല്ലാം ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പാടത്ത് പോകുന്നതും പിന്നെ വൈകിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനും പോകുന്നുണ്ട്. പാവം എൻ്റെ കുട്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ മോൾ അന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നതേ. പിന്നെ രാഘവേട്ടനെ വിട്ടിട്ട് മോളിങ്ങോട്ട് വിളിപ്പിച്ചതാ. അപ്പോൾ നീ വന്നപ്പോൾ അവന് കുറച്ച് റെസ്റ്റായി. ഏട്ടനെന്നാ പിന്നെ കല്യാണം നോക്കിക്കൂടായിരുന്നോ? കുറേ വർഷമായി മോളെ കല്യാണം നോക്കുന്നത്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ കൃഷിയാണേ. അവനാണെങ്കിൽ മണ്ണിൽ പണിയെടുക്കാനും ഈ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് പഠിച്ചിറങ്ങിയതിന് ശേഷം വേറെ ജോലിയൊന്നും നോക്കിയില്ല. ഇതും കഴിഞ്ഞ് വൈകിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനും പോകുന്നുണ്ടല്ലോ. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിലാണ് ഇപ്പോൾ ഈ 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചതും ഈ വീട് കയറ്റിയതൊക്കെ. ഒരു ദുഷിയിലുമില്ല, കുടിയോ വലിയോ ഒന്നുമില്ല, നന്നായിട്ട് കുടുംബവും നോക്കും. പക്ഷേ അങ്ങനത്തെ കുട്ടികളിലൊന്നും ഇപ്പോൾ
പെൺകുട്ടികൾക്ക് വേണ്ടല്ലോ. പാവം എൻ്റെ മോൻ. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ കല്യാണം കഴിച്ച് കണ്ടാൽ മതിയായിരുന്നു. അല്ല, മോളിലന്ന് കണ്ടപ്പം വീട്ടിൽ ആരും ഇല്ലയെന്നല്ലേ പറഞ്ഞത്? എന്താ പറ്റിയതാ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് പഠിക്കാനൊന്നും സാധിച്ചില്ല. അമ്മ കുറേ വർഷമായിട്ട് തളർന്ന് കിടക്കുകയാണേ. ഒരു അനിയത്തിയുണ്ട്, അവളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാ. ആദ്യം കുറേ തയ്യലൊക്കെ പഠിച്ച് വീട്ടിലെ മെഷീനൊക്കെ വാങ്ങിച്ച് തുന്നിയതായിരുന്നു. പക്ഷേ അതിലൊന്നും അത്ര വരുമാനമില്ല. അങ്ങനെ അടുത്തൊരു ഷോപ്പിൽ ജോലിക്ക് കയറി. പിന്നെ അവൾക്ക് ഒരുപാട് ഫീസും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ അത് തികയാണ്ട് വന്നപ്പം ഇപ്പം 3-4 വർഷമായിട്ട് ഞാൻ വീട് പണിക്ക് ഇറങ്ങിയതാ. ഇതാകുമ്പം ദിവസം മുഴുവനൊന്നും നിൽക്കണ്ടല്ലോ. 4-5 വീട്ടിൽ പോകുന്നുണ്ട്, അടിക്കാനും പാത്രം കഴുകാനും തുടയ്ക്കാനൊക്കെ ആയിട്ടേ. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോവുമായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ് അമ്മയും പോയി. അപ്പോൾ അനിയത്തി എറണാകുളത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് പഠിത്തം കഴിഞ്ഞതും അവിടെ തന്നെ നല്ലൊരു ജോലി കിട്ടി. അവളാണെങ്കിൽ നാട്ടിലേക്കൊന്നും അങ്ങനെ വരത്തില്ലായിരുന്നു. ഇപ്പം 2 മാസം മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കൂടെ പണിയെടുക്കുന്ന ഒരാളായിട്ട് ഇഷ്ടത്തിലാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഞാൻ ഈ വീട്ടു പണി ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ലേ, അതുകൊണ്ട് അനാഥയാണ് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്രേ. ഇനിയിപ്പം അങ്ങോട്ട് വന്ന് എൻ്റെ ജീവിതം കളയല്ലേ ചേച്ചിന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കണല്ലേ. അപ്പോൾ മോക്കൊരു കല്യാണം കഴിച്ചുകൂടായിരുന്നോ? ഈ വീട്ടുപണി ചെയ്യുന്ന എന്നെയൊക്കെ ആര് കെട്ടാനാ? ഒന്നാമത് ഒറ്റയ്ക്കല്ലേ താമസം. നാട്ടുകാരൊക്കെ ഓരോന്നും പറഞ്ഞുണ്ടാക്കുക. എന്താ മോളെ, തലവേദന ഉണ്ടോ? ആ, എന്നാലും മര്യാദയ്ക്ക് ഉറങ്ങിയില്ല, അതിൻ്റെയാ. എന്താ പറ്റി? ഒറ്റയ്ക്ക് ഒരു പെണ്ണിനും ഇവിടെ ജീവിക്കാൻ പറ്റില്ല ചേച്ചി. അത് നമ്മുടെ സമൂഹം സമ്മതിക്കില്ല. നല്ലൊരുത്തം വന്നിട്ട് കുറേ സമയം ഡോറ് മുട്ടി. ഇന്നലെ മാത്രമല്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തന്മാരെ വരും. ഈ പകല് കാണുന്ന പോലെയല്ല രാത്രി ഓരോരുത്തരുടെ സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ പേടിയില്ലാതെ ഉറങ്ങിട്ടേ കുറേ അയച്ചി. അമ്മ പോയതിന് ശേഷം ഒരു മനസ്സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. രാധികേച്ചിയെ, നല്ലൊരു കൂട്ടിൻ്റെ ആലോചന വന്നിട്ടുണ്ട്. നമ്മുടെ ദിനേശ് ഇവിടെ തന്നെ ഉണ്ടല്ലേ, പട്ടാമ്പിക്കാരാ. പിന്നെ ഇവൻ്റെ പണിയൊക്കെ പറഞ്ഞു കേട്ടോ. അവർക്ക് ഈ കൃഷിപ്പണിക്കാർ പറഞ്ഞ ജീവനാ, ഇഷ്ടപ്പെട്ടില്ല നമ്മള്. അപ്പൊ പിന്നെ വൈകണ്ട, നല്ല കൂട്ടരാ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങിയാലോ? വേണ്ട കൃഷ്ണേട്ടാ, ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ മോനെ വേണ്ടി പെണ്ണന്വേഷിച്ച് നടക്കുമൊന്നും വേണ്ട. അവന് നല്ലൊരു കൂട്ടുകാർ ശരിയായിട്ടുണ്ട്. ഞാൻ അറിയേണ്ട ദിനേശിന് പെണ്ണ് ശരിയാകെ? അതെങ്ങനെയാ? ഇത് എൻ്റെ ചേച്ചി, നിങ്ങൾ കളിക്കാൻ നിൽക്കല്ലേ. വേറെ ഏതെങ്കിലും കൊണ്ടുവരുന്നത് കണ്ണുടച്ച് വിശ്വസിക്കല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യാം, കുട്ടീൻ്റെ അഡ്രസ്സ് തരി, ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാക്ക് കൊടുത്താൽ മതി. ഒന്നും വേണ്ട, എനിക്കറിയണ കുട്ടി തന്നെയാ, നല്ല മോളത്. അത് ശരി, ഇപ്പം അങ്ങനെയാ. എന്നാ പിന്നെ ഞാൻ സുമത ചേച്ചിൻ്റെ മോനെ ശരത്തിനോട് പറയട്ടെ, അവനും പെണ്ണ് നോക്കി കിടക്കുക. എന്നാ ശരി. ചേച്ചിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. ഏട്ടന് പെണ്ണ് ശരിയായില്ലേ? എവിടെ നിന്ന് ചേച്ചി? നിനക്കെൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നോടെ? എവിടെയും പെണ്ണ് കിട്ടായിട്ടോ നിന്റെ അവസ്ഥ കേട്ടിട്ടോ സഹതാപം കൊണ്ടോ ഒന്നുമല്ല മോളെ. നിന്നെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാ ചോദിക്കുക,
നീ എന്ത് വിചാരിക്കും മട്ടാ അമ്മ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത്? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു യോഗമാ മോളെ. നമ്മൾ ജനിച്ചപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും ഇന്ന ആൾക്ക് ഇന്ന ആളാണെന്ന്. അല്ലാണ്ട് നമ്മൾ എത്ര നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഒന്നും ശരിയാവില്ല. എന്തായാലും അമ്മയ്ക്കൊരു കാര്യം ഉറപ്പാ, നിങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ടുണ്ടെങ്കിലേ അവന് നീ നല്ലൊരു ഭാര്യയായിരിക്കും. അതേപോലെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ പൊന്നിനെ സങ്കടപ്പെടുത്തില്ല. അത് ഈ അമ്മൻ്റെ ഉറപ്പാ. മോനെ, അമ്മ ആദ്യമായിട്ടാ നിന്റെ ജീവിതത്തിൽ നിന്നോട് ചോദിക്കാണ്ടൊരു തീരുമാനം എടുക്കണത്. അതെന്തായാലും എൻ്റെ മക്കൾക്ക് നന്മയെ വരല്ലോ എന്ന് അമ്മയ്ക്ക് ഉറപ്പാ. എന്തായാലും ബാക്കി നിങ്ങൾ തീരുമാനിക്കേ. എടാ കുഞ്ഞൂസേ, മോൻ കേറടാ. കുറെ സമയം ഉണ്ടല്ലോ മണ്ണി കളിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും അസുഖം വരും. ഒരു അസുഖം വരില്ലടോ, കുട്ടികൾ മണ്ണിൽ ഇറങ്ങി കളിക്കട്ടെന്നേ. ചെറുപ്പത്തിലേ കൃഷി സ്ഥലത്തേക്ക് അച്ഛനോട് ഞാനും വരുമായിരുന്നു. എൻ്റെ മോനല്ലേ എന്നെ പോലെയല്ലേ ആവുള്ളൂ. ഞാൻ കാലം മുറിയണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാ. കുഞ്ഞൂസേ, ആ കൈക്കോട്ട് മാറ്റി വെച്ചിട്ടേ അച്ഛൻ ചെയ്യുന്ന പോലെയൊക്കെ നോക്കി പഠിക്കേ. ഭക്ഷണമായിട്ട് രണ്ടാളും വാ. ഇന്നത്തെ പണി ഇത്ര മതി കേട്ടോ, ബാക്കി ഭക്ഷണം കഴിച്ചിട്ട്. ഓക്കെ. നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. അസുഖം വന്നിട്ട് എടുക്കുന്നതിനേക്കാൾ അസുഖം വരുന്നതിന് മുൻപേ മുൻകൂട്ടി എടുക്കുന്നതാണ് നല്ലത്. കാരണം ഗുരുതര അസുഖങ്ങൾ വന്നാൽ പിന്നെ പ്രീമിയം അതിനനുസരിച്ച് വർദ്ധിക്കും. ഇപ്പോൾ പലർക്കും വലിയ തുക, അതായത് 40-50 ലക്ഷമൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ സമ്പാദ്യം ആകെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ പിന്നെ സഹായത്തിനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക.